വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കോഴിക്കോട്ടേക്കൊന്ന് പോയി വരാം കേട്ടോ. ഞങ്ങൾ ഏകദേശം 4 മണിക്ക് ഇറങ്ങണം പറഞ്ഞതാണ്. ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് വൈകി. ഞങ്ങളൊരു ഏകദേശം 6:30ക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഏട്ടൻ കോഴിക്കോടാണ്, ഏട്ടൻ ഏട്ടത്തിയമ്മ മാളു. അപ്പോൾ ഞങ്ങൾ അവിടേക്കാണ് പോകുന്നത്. ഞങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരം വണ്ടി തിരിച്ചു കേട്ടോ. ബോറടിക്കുന്ന വണ്ടിയിൽ ഞങ്ങൾ ചെറിയ ഗാനമേള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുള്ളപ്പോൾ വേറെ എന്തിനാ ആൾക്കാർ, ഞങ്ങൾ തന്നെ ധാരാളം എന്നതായിരുന്നു ഞങ്ങളുടെ മനോഭാവം. അങ്ങനെ ഞങ്ങൾ പാട്ടും കൂത്തും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ കോഴിക്കോട് ഏകദേശം ഒരു 9:30-10 മണിയാകുമ്പോഴേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ എല്ലാവരും ടയേർഡായിരുന്നു കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്കന്ന് വീഡിയോ എടുക്കലൊന്നും നടന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു. അടുത്ത ദിവസം ഞങ്ങൾ ഫ്രഷായി പരിപാടി തുടങ്ങി. അതെ, ഞങ്ങളുടെ പ്രധാന കളി കള്ളനും പോലീസും. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഫാമിലിയിൽ ചെറിയ ആൾ മുതൽ ഏറ്റവും വലിയ ആൾ വരെ ഞങ്ങൾ കളിയിൽ പങ്കുകൊണ്ടിട്ടുണ്ട്. ഏട്ടൻ ഉണ്ടായിരുന്നില്ലേ, ഏട്ടനും രാഹുലേട്ടനും അന്ന് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ബാക്കി വർക്കില്ലാത്തവർ മാത്രം. അങ്ങനെ ചെറിയ ആൾക്കാരുടെ കളികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഗോട്ടിയിൽ എങ്ങനെ പരിപാടി തുടങ്ങാം എന്നാണ് അവർ തീരുമാനിക്കുന്നത്. കളി എങ്ങനെ നടത്താം എന്നാണ്, ഇതിലൊരു വഴി അവർ ഉണ്ടാക്കും എന്നാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെ ഇത് ഏറ്റവും വലിയ ആൾക്കാരാണ്, ന്യൂ ജനറേഷൻ അങ്ങനെ പറയാമല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും അപ്പോഴേക്കും രാഹുലേട്ടനെത്തി. വൈകുന്നേരം ആകുമ്പോഴേക്കും പിന്നെയും ഞങ്ങൾ കള്ളനും പോലീസിലേക്കും എത്തി. ആർക്ക് കൂടുതൽ പൂജ്യം എന്നതായിരുന്നു ഞങ്ങളുടെ തർക്കം. അങ്ങനെ ഞങ്ങൾ കളി തുടങ്ങി. കളിയിൽ ചെറിയ രീതിക്ക് അടി കത്തിക്കുത്തൊക്കെ ഉണ്ടായിരുന്നു. റീകൗണ്ടിങ് അടക്കം ഞങ്ങൾ തിരഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒന്നും കൂടി കണക്ക് കൂട്ടണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ദിവസവും അങ്ങനെ കഴിഞ്ഞു. അടുത്ത ദിവസം ഞങ്ങൾ ഫ്രഷായി തുടങ്ങി. ഞായറാഴ്ച രാവിലെ ഏട്ടൻ അനിയനും കൂടി ചെറുതായി അടുക്കളയിൽ കയറി. ഏട്ടത്തിയമ്മ തൊട്ട് പിന്നിലുണ്ട് കേട്ടോ. എവിടെ കുളമാവുമെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പേടിക്കേണ്ട, കുളമൊന്നും ആയില്ല. നന്നായിരുന്നു ഫുഡ്. ഏട്ടത്തിയമ്മ നന്നായി ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് ഒന്നും ഉണ്ടായില്ല ഫുഡിന്. അതിനിടയിൽ അപ്പുറത്തെ അമ്മ ട്രോളുണ്ട് കേട്ടോ. അതാണ് രാഹുലേട്ടൻ ഇങ്ങനെ നോക്കണം. വെറുതെ ഇരുന്ന് കളിക്കുന്ന കുട്ടികളെ പോയി തോണ്ടിയില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ, നമുക്ക് പോയി ഒന്ന് തോണ്ടാം. അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ ബീച്ചിലേക്ക് പുറപ്പെട്ടു. കുറച്ച് ഫോട്ടോസ് എടുക്കാൻ മാത്രം നടന്നു. കാരണം ഏകദേശം ഒരു 10, ഞങ്ങളെത്തി ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞ്, 10 മിനിറ്റ് ആയപ്പോഴേക്കും നല്ല മഴ പെയ്തു. ഒരാളുടെ കയ്യിൽ പോലും കുട ഉണ്ടായിരുന്നില്ല. എല്ലാവരും എന്തൊക്കെയോ തലയിൽ വെക്കുക ഒക്കെ ചെയ്തിട്ടാണ് ഓടിയത്. അങ്ങനെ കുറച്ച് ഫോട്ടോസ് കിട്ടി. മഴ ചാറി തുടങ്ങിയിരുന്നു നന്നായിട്ട്. അപ്പോഴേക്കും ഞങ്ങൾ വേഗം ബീച്ചിന് സൈഡിലുള്ള ഈ മാങ്ങയൊക്കെ വെക്കുന്ന സ്ഥലമില്ലേ, അവിടെ ഷെഡുകളിൽ കയറി നിന്നു. പൈനാപ്പിളിലാണ് ഞങ്ങൾ പ്രധാനമായും മുൻഗണന കൊടുത്തത്. മാങ്ങി പൈനാപ്പിളും നന്നായി അടിച്ചു. പക്ഷെ നല്ല മഴ കനത്തപ്പോൾ ഞങ്ങൾ ബീച്ച് വിടേണ്ടി വന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. ഞങ്ങൾ നേരെ കയറിയത് ഐസ്ക്രീം ഷോപ്പിലേക്ക്. നനഞ്ഞ് കുളിച്ച് നിൽക്കുന്ന ഞങ്ങൾ കണ്ടില്ലേ, അതിലേക്ക് ഞങ്ങൾ ഒട്ടും വിടാതെ ഞങ്ങൾ നല്ല തണുത്ത ഐസ്ക്രീം അങ്ങോട്ട് കഴിച്ചു. ഐസ്ക്രീമിനിടയിൽ ഞങ്ങൾ ചോദിച്ചിരുന്നത് ആർക്ക് നാളെ പനി വരും, ആർക്ക് നാളെ ജലദോഷം വരും, ആർക്ക് നാളെ വർക്കിന് പോകാൻ പറ്റില്ല, സ്കൂളിൽ പോകാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നു. പക്ഷേ ഞങ്ങൾ എൻജോയ് ചെയ്ത് ഐസ്ക്രീം കഴിച്ചു. അങ്ങനെ രാത്രി ഞങ്ങളൊരു 9:30 ഞായറാഴ്ച ഞങ്ങൾ വണ്ടി തിരിച്ചു പാലക്കാട്ടിലേക്ക്. പെട്ടെന്ന് കഴിഞ്ഞു പോയിട്ടോ 2 ദിവസം. ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്കും വീഡിയോ മെല്ലെ കുറച്ചെടുക്കാൻ പറ്റുള്ളൂ. ഉള്ള വീഡിയോ കൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ ഉണ്ടാക്കി ഇടുകയാണ്. അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി വീടെത്തി.